നമ്മളോട് രൂപസാദൃശ്യമുള്ള ഒരു അവതാരം വാട്സപ്പിനകത്തുണ്ട്. അത് ചിരിക്കും, കരയും, ഇമോഷനുകൾ പ്രകടിപ്പിക്കും, എല്ലാം ചെയ്യും. 2022 വാട്സപ്പ് കൊണ്ടുവന്നൊരു ഫീച്ചറായിരുന്നു അവതാർ. അന്ന് നമ്മളിൽ പലരും അതൊന്ന് തുറന്നു നോക്കി ടെസ്റ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇപ്പോഴീ 2025 വന്ന് നിൽക്കുമ്പോൾ വാട്സപ്പ് ആ ഫീച്ചർ എത്ര മികച്ചതാക്കിയിട്ടുണ്ടെന്ന് നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടേയില്ല. ഇതിൻ്റെ പ്രയോജനം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. സാധാരണയായി നമ്മുടെ സുഹൃത്തോ ബന്ധുക്കളോ ഒക്കെ മെസ്സേജ് അയച്ചാൽ അതിന് റീപ്ലൈ ആയിട്ട് നമ്മൾ ഇമോജിയും സ്റ്റിക്കേഴ്സൊക്കെ അയക്കാറില്ലേ? അതിന് പകരമായിട്ട് നമ്മുടെ തന്നെ രൂപസാദൃശ്യമുള്ള ഒരു അവതാർ ചിരിക്കുകയും കരയുകയും അതുപോലെ തന്നെ ആനിമേറ്റഡ് ആയിട്ടുള്ള പലതരം റിയാക്ഷനുകൾ നമുക്ക് റീപ്ലൈ അയക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ അവതാർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വസ്ത്രം മാറാൻ പറ്റും. അതുപോലെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ തണുപ്പാണെങ്കിൽ അതിന് ജാക്കറ്റ് ധരിപ്പിക്കാൻ പറ്റും. ഇതിനെ പല രീതിയിൽ രൂപമാറ്റം വരുത്താൻ പറ്റും നമുക്ക്. അപ്പോൾ വാട്സപ്പിലെ ഈ മികച്ച ഫീച്ചർ എവിടെയാണ്, എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. നമ്മളോട് സാദൃശ്യമുള്ള അവതാർ ക്രിയേറ്റ് ചെയ്യാനായി ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വലതു ഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമതായി അവതാർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് യുവർ അവതാർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊരു പോപ്പപ്പ് ഓൺ ആയി കിട്ടും. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 2 ഓപ്ഷൻ കിട്ടും. ക്രിയേറ്റ് ഫ്രം സെൽഫി, ക്രിയേറ്റ് മാനുവലി എന്ന് പറയുന്ന 2 ഓപ്ഷൻ. ഇതിൽ ക്രിയേറ്റ് ഫ്രം സെൽഫി എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് അതിനനുസരിച്ചുള്ളത് വാട്സപ്പ് തന്നെ ജനറേറ്റ് ചെയ്തു തരുന്നതാണ്. ക്രിയേറ്റ് മാനുവലി ആകുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നും മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളോട് സാദൃശ്യമുള്ളത് ലഭിക്കുന്നതുമല്ല. ഇനി ചിലരുടെ ഫോണിൽ ക്രിയേറ്റ് സെൽഫി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എറർ കാണിക്കും. അത് ചില ആൻഡ്രോയിഡ് വേർഷനിൽ ഈ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ഫ്രം സെൽഫി എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആയി കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ആംഗിളിൽ നിന്നിട്ട് നല്ല വൃത്തിയായിട്ട് ഫോട്ടോ കൊടുക്കണം. ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക. അതുകൊണ്ട് ഞാനും മിണ്ടാതിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ പിന്നെ ക്രിയേറ്റിംഗ് യുവർ അവതാർ എന്ന് പറഞ്ഞിട്ട് അല്പസമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതപ്പോൾ അവതാർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ താടിയും മീശയും മുടിയൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു അവതാർ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിവിടെ ബോഡി ഷേപ്പാണ്, അത് നിങ്ങളുടെ ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫീമെയിൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്റ്റ് ചെയ്ത് ഫീമെയിലിൻ്റെതായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിരവധി ഔട്ട്ഫിറ്റ് ഇതിനകത്ത് കാണാം. നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കാണാം. ഇതിൽ തന്നെ രണ്ടാമത്തത് ബോട്ടം, അതായത് നിങ്ങളുടെ പാൻറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ആ പാൻറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിരവധി ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ, തൊപ്പി വേണമെങ്കിൽ തൊപ്പി ഇടാം. അങ്ങനെ ഡ്രസ്സ് വേണമെങ്കിൽ ഇവിടെ ഡ്രസ്സിനായിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിലധികം ഫീമെയിൽ ആയിരിക്കും. ഫീമെയിലും മെയിലിൻ്റെതും ഒക്കെ ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഇനി ഫീമെയിലൊക്കെ ആണെങ്കിൽ അവർക്ക് മൈക്കപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി കളർ, നിങ്ങൾ ഫോട്ടോ എടുത്ത സമയത്ത് കളർ കുറച്ച് കുറഞ്ഞിട്ടാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങളുടെ അനുസരിച്ചിട്ട് കോസ്റ്റം ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയത് ക്രിയേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് സേവ് ബട്ടൺ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അവതാർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ഏത് സമയത്തും ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ ഡിലീറ്റ് അവതാർ എന്ന് പറയുന്ന ഓപ്ഷനിലുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗം ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സാധാരണ നിങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ആ മെസ്സേജ് ബാറിലുള്ള ഇമോജിയുടെ ഐക്കൺ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമോജി, GIF, അതിൻ്റെ മൂന്നാമതായിട്ട് അവതാറിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഫേസിൻ്റെ ചിത്രമായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് അവതാർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം നിരവധി അവതാർ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആനിമേറ്റഡ് ആയതും ഉണ്ടാകും, അല്ലാത്തതും ഉണ്ടാകും. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ തന്നെ താഴത്ത് തന്നെ പല രീതിയിലുണ്ട്. നിങ്ങൾക്ക് ഏതാണ് അതിനനുസരിച്ചിട്ടുള്ള കാറ്റഗറി സെലക്ട് ചെയ്യേണ്ട ഓപ്ഷന് താഴെയുണ്ട്. ഓക്കെ, ആനിമേറ്റഡ് ആയതും ഉണ്ടാകും, അല്ലാത്തതും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ ഇമോഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വളരെ മനോഹരമായ അവതാറുകൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ സുഹൃത്തിന് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുക തന്നെ നിങ്ങൾക്ക് വസ്ത്രം മാറണമെങ്കിൽ ഇതിവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അവതാർ എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷനകത്തേക്ക് പോകും. അപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ കൈയോടെ ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് രസകരമായ
അവതാർ സെൻഡ് ചെയ്യേണ്ട നല്ലൊരു ഓപ്ഷനാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.